ഈ ഒരു ചിത്രമുണ്ടല്ലോ, ഇതായിരുന്നു ശരി. ചെന്നിത്തല മാങ്കൂട്ടത്തിലിന് മുഖം നൽകാതെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന ചിത്രം. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ ചിത്രം സമൂഹത്തിന് നൽകിയ സന്ദേശവും വളരെ വ്യക്തമായിരുന്നു. പാർട്ടിക്ക് ബാധ്യതയാകുന്നവരെ തഴയുക. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യ ബലാത്സംഗ പരാതി ഉയർന്നപ്പോൾ പാർട്ടി സംരക്ഷണം നൽകണമോ വേണ്ടയോ എന്ന തരത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ അന്നും കൃത്യവും ദൃഢവുമായ നിലപാടെടുത്ത ആളായിരുന്നു രമേശ് ചെന്നിത്തല. പാർട്ടിക്ക് രാഹുൽ ബാധ്യതയാകുമെന്ന് ആദ്യമേ മനസ്സിലാക്കി. രാഹുലിന് ഒരു പിന്തുണയും നൽകിയില്ല. മാസങ്ങൾക്കിപ്പുറം നിരവധി ബലാത്സംഗ പരാതികൾ വന്ന ശേഷം രാഹുൽ ജയിലിലായപ്പോൾ ഉയർന്നു നിൽക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവിന്റെ ശിരസ് തന്നെ എന്ന് പറയേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി എടുത്ത നിലപാട് മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിലിലായപ്പോൾ കോൺഗ്രസിന് വലിയ പ്രഹരമായില്ല. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ശക്തമായ നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമായിരുന്നു. CPM-ന് അത് വലിയ ആയുധമായി മാറുമായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, എൻ്റെ ചിന്ത, കേരളം ആവശ്യത്തിൽ അധികം ഒരു വ്യക്തിയുടെ ചില ന്യൂനതകൾ, വൈകൃതങ്ങൾ, പ്രത്യേക ഒരു മനസ്സ്, അതാണല്ലോ ഈ ലൈംഗിക അപവാദത്തിലേക്ക് എത്തിച്ചു നിർത്തിയത്. ഇപ്പോൾ മൂന്നാമതൊരു സ്ത്രീയും കൂടെ രംഗത്ത് വരുന്നു. തീർച്ചയായും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോൾ ഔട്ട്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് നോട്ട് ആൻ MLA ഓഫ് ദ കോൺഗ്രസ്. MLA ആണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും കൃത്യസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞപ്പോൾ ഇതിനുള്ള ഉത്തരം പറയേണ്ട ബാധ്യത ഇപ്പോൾ കോൺഗ്രസിനോ UDF-നോ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മേ ബി ഫൈറ്റിംഗ് എ ലോൺ ബാറ്റിൽ. അദ്ദേഹം ഒരു പക്ഷേ മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ അവസരം ലഭിച്ചില്ല. രാത്രിയുടെ മറവിൽ പെട്ടെന്നുണ്ടായ പരാതി, പെട്ടെന്നുണ്ടായ അറസ്റ്റ്, ഇതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്നാമത് കേസിൽ, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നാണല്ലോ, 1-2 കേസുകളിൽ ബാംഗ്ലൂരുള്ള സ്ത്രീയും നാട്ടിലുള്ള സ്ത്രീയും ഒക്കെ കൊടുത്ത പരാതികളിൽ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു, ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള അനുകൂല കോടതി ഉത്തരവ് ലഭിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അറസ്റ്റ് ചെയ്ത് CPM ഒരുപക്ഷെ മുഖം രക്ഷിച്ചിരിക്കുന്ന തൽക്കാലത്തേക്ക് കുറച്ച് ദിവസങ്ങൾ, അല്ലെ എന്റെ അഭിപ്രായത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ വാർത്താ പ്രാധാന്യവും കത്തിത്തീരാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കത്തി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട്. മുൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കോൺഗ്രസ്സുകാർ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയിച്ച ആളുകൾ വന്ന് കണ്ട് താങ്ക്സ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തു. അത് സ്വാഭാവികമായ ചില റിഫ്ലക്ഷൻസ് മാത്രമായി വേണമെങ്കിൽ കോൺഗ്രസിനെ തുച്ഛീകരിച്ച് കാണാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ചങ്ങനാശ്ശേരിയിൽ മന്നം ജയന്തി ആഘോഷത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് മുഖം കൊടുക്കാതെ ചെന്നിത്തല നടന്നു പോകുന്ന ദൃശ്യം അതിന്റെ ദൃഷ്ടാന്തം ആയെന്നത് യാദൃച്ഛികം മാത്രം. രമേശ് ചെന്നിത്തല വരുന്നത് കണ്ട് സദസ്സിലുണ്ടായിരുന്ന രാഹുൽ എഴുന്നേറ്റുവെങ്കിലും ചെന്നിത്തല വകവയ്ക്കാതെ മുന്നോട്ടു പോകുകയായിരുന്നു. രാഹുലിന്റെ ഒപ്പം നിന്നിരുന്ന വ്യക്തി കൈകൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും അവഗണിച്ചു. താനും രമേശ് ചെന്നിത്തലയും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വാർത്തയായോ വിഷയമോ ഒന്നുമായി തോന്നുന്നില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പ്രതികരിച്ചത്. ജനങ്ങളുടെ മുൻപിൽ എന്തെത്തിക്കണമെന്നത് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നും അതിലൊന്നും താൻ കൈകടത്തിയിട്ടില്ല എന്നും രാഹുൽ പറഞ്ഞൊഴിഞ്ഞു. എല്ലാ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും രാഷ്ട്രീയം പറയുകയുമൊക്കെ ചെയ്യും. ഇതിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകേണ്ട കാര്യമില്ല. വളരെ കാലത്തെ ബന്ധവും പരിചയമുള്ളവരാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ന്യായീകരിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പിന്നീട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോഴും നിരവധി പാർട്ടി നേതാക്കളും അണികളും രാഹുലിനൊപ്പം നിന്നു. ഏറ്റവും ഒടുവിൽ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് അണികളെയും രാഹുലിനൊപ്പം കാണാമായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് തന്റെ വ്യക്തിപ്രഭാവം കാരണമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ പാർട്ടിക്ക് പുറത്തായി എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് സ്വതന്ത്രനായി ജയിച്ചു വരാനായിരുന്നു രാഹുലിന്റെ പദ്ധതി. രാഹുലിന് ജയസാധ്യത ഉണ്ട് എന്ന് തോന്നിയ കോൺഗ്രസിലെ ചില നേതാക്കൾ പാലക്കാട് മറ്റൊരു സ്ഥാനാർത്ഥി വേണ്ട എന്ന തരത്തിൽ പ്രസ്താവനകളും ഇറക്കി. കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്രനായും അവതരിപ്പിക്കാമെന്ന ആശയവും ഉയർന്നു. പക്ഷേ
ആ തീരുമാനം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന ശക്തമായ വാദം കോൺഗ്രസ് മുഖവിലക്കെടുത്തു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് സീറ്റ് നൽകിയില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അടുപ്പമുള്ളവരോട് രാഹുൽ പറഞ്ഞിരുന്നു. പാർട്ടി പുറത്താക്കിയപ്പോഴും പാലക്കാട്ടെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയിലെ ഏതാനും കൗൺസിലർമാരും MLA ഓഫീസിലും പൊതുചടങ്ങുകളിലും ഒപ്പം നിന്നത് കോൺഗ്രസ് പിന്തുണയായി കരുതിയാണ് രാഹുൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കാമെന്ന് കണക്കുകൂട്ടിയത്. മത്സര ഭീഷണി പാർട്ടി നടപടി പിൻവലിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ചില മുതിർന്ന നേതാക്കൾ കാണുകയും ചെയ്തു. അതിനിടെയാണ് പുതിയ ബലാത്സംഗ പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും ലഭിച്ചതും രഹസ്യ നീക്കത്തിലൂടെ രാഹുൽ അറസ്റ്റിലായതും. കഴിഞ്ഞ ജൂലൈ മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗ്രാഫ് താഴേക്ക് വരാൻ തുടങ്ങിയത്. നടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻ ജോർജ് ഒരു യുവനേതാവിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഇതിൽ രാഹുൽ ഉപയോഗിച്ച ഹൂ കെയേഴ്സ് റിനി പറഞ്ഞതോടെയാണ് ആരോപണങ്ങൾ ശക്തമായത്. രാഹുലിന്റെ പേര് റിനി പറഞ്ഞില്ല, പക്ഷേ ഹൂ കെയേഴ്സ് ആരാണ് പറയുന്നത് എന്ന്, ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പലർക്കും മനസ്സിലാക്കി തന്നു. ഇതിന് പിന്നാലെ മറ്റൊരു യുവതിയുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും സംഭാഷണങ്ങളുടെ ശബ്ദരേഖകളും പുറത്തു വന്നു. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതായിരുന്നു സംഭാഷണം. ഇതിനിടെ രാഹുലിനെതിരെ ആരോപണവുമായി ഒരു ട്രാൻസ് വിമണും രംഗത്ത് വന്നു. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പിന്നാലെ മറ്റൊരു യുവതി കൂടി പരാതിയുമായി എത്തി. അതിജീവിതയെയും ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ചാറ്റ് ഓഗസ്റ്റ് 23 പുറത്തായി. ഇതിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പിന്നെയും സ്ക്രീൻഷോട്ടുകളും പരാതികളും പൊതുജന മധ്യത്തിൽ വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു. ക്രൈംബ്രാഞ്ച് കേസുമെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയാൻ വിസമ്മതിച്ച റിനി ആൻ ജോർജ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാദം കൊഴുത്തപ്പോൾ ഒരു മാസത്തിലധികം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നുവെങ്കിലും രാഹുൽ വീണ്ടും പാലക്കാട് തിരിച്ചെത്തി. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ AICCക്കും സോണിയാഗാന്ധിക്കും പരാതി നൽകി. പിന്നാലെ ഒരു പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടും പരാതി നൽകി. അന്നു തന്നെ രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പിൻവാങ്ങി, പാലക്കാട്ട് നിന്ന് മൂങ്ങി. പിന്നീട് അങ്ങോട്ട് രാഹുലിനെതിരെ കേസുകളും ആരോപണങ്ങളും ഉയർന്നുകൊണ്ടേയിരുന്നു. പരാതികൾ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായ നിലപാടെടുക്കുന്നത്. രാഹുലിന് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടത് VD സതീശന്റെ വാശി മൂലമാണ്. രാഹുൽ അനുകൂലികൾ VD സതീശനെതിരെ സൈബർ ഇടത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തി. പക്ഷേ കൂടുതൽ ആരോപണങ്ങളും പരാതികളും ഉയർന്നപ്പോൾ VD സതീശന്റെ നിലപാടായിരുന്നു ശരിയെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുയർന്നു. എന്നാൽ ആദ്യം മുതൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. പാർട്ടിയിലെ രാഹുലിന്റെ ത്വരിത വളർച്ചയെ പിന്തുണച്ച നേതാക്കളുണ്ടെങ്കിലും തളർച്ച തുടങ്ങിയപ്പോൾ പിന്തുണയുമായി എത്തിയവരാണ് ഏറെയും. എന്നാൽ ഗുരുതര ആരോപണം ഉയർന്നപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല നയം വ്യക്തമാക്കിയിരുന്നു. പാർട്ടി ലൈനിൽ നിന്ന് മാറിയെങ്കിലും പൊതുസമൂഹത്തിന് ശരിയെന്ന് തോന്നിയ നിലപാടായിരുന്നു അത്. സ്പ്രിംഗ്ലർ വിവാദം ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാരിന്റെ പല പദ്ധതികളിലെയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്നത് ചെന്നിത്തലയാണ്. സർക്കാരിന് പല തീരുമാനങ്ങളും തിരുത്തേണ്ടിയും വന്നിട്ടുമുണ്ട്. അത്തരമൊരു ശുദ്ധികലശമാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചത്. പാർട്ടിയുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തരുത് എന്ന് ശഠിച്ചു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുകൂടി എത്തിയതോടെ കോൺഗ്രസ് ഇന്ന് ഗ്രൂപ്പിനതീതമായി ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് എന്ന പ്രതീതി ഉണർത്തുന്നു. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനത്തിന് കാരണമായി എന്നും വിലയിരുത്തലുണ്ട്. അങ്ങനെ പാർട്ടി നേതാക്കൾ ഒരേ സ്വരത്തിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നിലപാടുകൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പൊതുവേദിയിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ചെന്നിത്തല. ഇനി പങ്കെടുക്കാതെ പറ്റില്ല എന്നാണെങ്കിലോ രാഹുലിന് മുഖം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കും. രാഹുലിനെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, പാർട്ടി രാഹുലിന് അനുകൂലമാണ് എന്ന് വ്യാഖ്യാനം വരും. 2 തവണയായി അല്ലെങ്കിൽ 10 വർഷമായി ഭരണത്തിന് വെളിയിലിരിക്കുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ പ്രത്യേക കരുതലുണ്ട് ഇവർക്കെല്ലാം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് മനസ്സിലാക്കും.